അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ഉസ്താദ് പുലർച്ചെ പള്ളിയിലേക്ക് ഇറങ്ങുകയാണ്. നൂർ ഫാത്തിമ, എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ മോളെ. ഇനി ഒരു പക്ഷേ ഡെയിലി വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാഫിക്ക, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് എന്നും രാത്രി അങ്ങനെ വരണ്ട എന്നുള്ളത്. അതായത് ബുദ്ധിമുട്ടായിരിക്കും. ഈ മഴയും ഒക്കെ ആകുമ്പോൾ രാത്രി കാർ ഓടിച്ച് വരാൻ പ്രയാസമല്ലേ, അതും അത്രയ്ക്കും ദൂരം. നാഫിക്ക, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് ആഴ്ചയിൽ ഒരിക്കൽ വന്നാൽ മതി. ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ലല്ലോ. എല്ലാം ഞാൻ മൊഴികളെല്ലാം പറഞ്ഞു കൊടുത്തല്ലോ. ഇനിയിപ്പോൾ അത്ര പേടിയൊന്നുമില്ല എനിക്ക്. സത്യം പറഞ്ഞാൽ ദുനിയാവിൽ പേടിയുള്ള ഒരാൾ അയാളായിരുന്നു. നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ കൈ പിടിച്ചു. നാഫിക്ക, നിങ്ങൾ പോയിട്ട് വരും. ഞാൻ ദുആ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി. ഒന്നും ഉണ്ടാവില്ല, ധൈര്യമായി. ഇനി എനിക്ക് ഭയമില്ല ഉസ്താദേ. ഇതുവരെ എനിക്ക് നല്ല ഭയമായിരുന്നു. പടച്ച റബ്ബിന് എനിക്ക് ഭയമുണ്ട്, പക്ഷേ അത് ഈ രീതിയിലല്ല. ഇത് ഒരു ഷെയ്ത്താൻ്റെ രൂപത്തിലാണ് എൻ്റെ മുമ്പിലേക്ക് വരുന്നത് എന്നെനിക്ക് തോന്നിയിരുന്നു. അസ്തഗ്ഫിറുല്ലാഹ്. നൂർ ഫാത്തിമ മോളെ, പിന്നെ ഇനി എനിക്ക് കുറച്ച് ബിസി ആയിരിക്കും കേട്ടോ. എന്താ നാഫിക്ക? അതെ, നിനക്കറിയില്ലേ, പുണ്യങ്ങളുടെ പൂക്കാലമായ പുണ്യ റബീഉ നമ്മളിലേക്ക് ആഗതമാവുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കുട്ടികളെയൊക്കെ പാട്ട് പഠിപ്പിക്കാനും അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ മദ്രസേൻ്റെ കാര്യങ്ങളും അതെല്ലാം എനിക്ക് നോക്കേണ്ടി വരും. പിന്നെ ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞാൻ ഒരുപാട് പേർക്ക് പാട്ട് കൊടുക്കും. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. പിന്നെ ദഫിൻ്റെയും സ്കൗട്ടിൻ്റെയും ഒക്കെ എല്ലാ രീതിയിലും ഞാനൊന്ന് എത്തണം. അപ്പോൾ കുറച്ച് തിരക്കായിരിക്കും ഇനി. മാഷാ അല്ലാ. ഉസ്താദേ, സത്യം പറഞ്ഞാൽ പുണ്യ റബീഉ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിനുള്ളിലേക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. സത്യമായിട്ടും മുത്ത് ഹബീബിൻ്റെ ആ ചാരത്ത് പോയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ എന്ന് ഒരിക്കൽ കൂടി പറയാൻ കൊതി തോന്നുകയാണ് ഉസ്താദേ. എൻ്റെ പെണ്ണെ, ഇൻഷാ അല്ലാ നമുക്ക് ഇനിയും പോവാലോ. ഇനി എന്തൊക്കെ തന്നെയായാലും ഒരുപക്ഷെ നിൻ്റെ ഡെലിവറിയൊക്കെ മദീനയിൽ വെച്ചായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് മുത്ത് ഹബീബിൻ്റെ ചാരത്ത് പോണ്ടേ? ഇൻഷാ അല്ലാ ഉസ്താദേ. എനിക്ക് സത്യം പറഞ്ഞാൽ മുത്ത് ഹബീബിനോട് കൂടുതൽ പ്രണയം തോന്നുകയാണ് ഇപ്പോൾ. എന്തെന്നറിയില്ല, ഹബീബിൻ്റെ ചാരത്തണയാൻ വല്ലാതെ കൊതി തോന്നുന്നു. അത് ഏറ്റവും നല്ലതാണ്. ഹബീബിനോട് ഇഷ്ടമുള്ളവർ എപ്പോഴും സലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഉസ്താദെ, സത്യമായിട്ടും ഞാൻ എപ്പോഴും ചൊല്ലാറുണ്ട്. എനിക്ക് എന്ത് ടെൻഷൻ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ആഗ്രഹം സാധിക്കണം എന്ന് തോന്നുമ്പോഴെല്ലാം ഞാൻ സ്വലാത്ത് ധാരാളമായി ചൊല്ലും. എന്താണെന്നറിയില്ല, പടച്ച റബ്ബ് അതെല്ലാം നേരെയാക്കി തരികയും ചെയ്യും. ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറയുമ്പോൾ എന്തെന്നറിയില്ല, മനസ്സിന് വല്ലാത്തൊരു ആനന്ദമാണ്. അപ്പോൾ നമ്മുടെ പുണ്യ റബീഉ നമ്മിലേക്ക് വരികയാണ്. ഇൻഷാ അല്ലാ. ഇനി അധികം ദിവസമൊന്നുമില്ല കേട്ടോ. പിന്നെ മക്കളെയൊക്കെ ഒന്ന് പഠിപ്പിച്ചെടുക്കണം. അവർക്കൊക്കെ നല്ല പാട്ട്, പ്രസംഗം, നല്ല നല്ല സന്ദേശങ്ങൾ അടങ്ങുന്ന പ്രസംഗങ്ങൾ അതെല്ലാം കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെ കൊടുത്ത് പഠിപ്പിച്ചിട്ട് ഇൻഷാ അല്ലാ ഞാൻ വരും. എന്നും വരാൻ പറ്റണമെന്ന് വരില്ല. വരണമെങ്കിൽ വരാം. പക്ഷേ വേണ്ട നാഫിക്ക, നിങ്ങൾ ആഴ്ചയിലൊരിക്കൽ ഇനി വന്നാൽ മതി. അത് വ്യാഴാഴ്ച ആ ഒരു ദിവസം വന്നാൽ പിന്നെ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ശനി രാവിലെയോ പോയാൽ മതിയല്ലോ. അല്ലാതെ ദിവസം ഇങ്ങനെ ഓടി വരുന്നത് അത് ബുദ്ധിമുട്ടായിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. എൻ്റെ പെണ്ണെ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒരിക്കൽ കൂടി ഉസ്താദ് നൂർ ഫാത്തിമയെ നെഞ്ചോട് ചേർത്തു അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. എന്നാൽ ശരി, ഇൻഷാ അല്ലാ. ഉമ്മയെ വിളിച്ചു. ഉമ്മ നിസ്കരിക്കുകയാണെന്ന് തോന്നുന്നു. ഉമ്മ, മോനെ. ഉമ്മ, ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. ഇനി ഇൻഷാ അല്ലാ എല്ലാ ദിവസവും വരൽ നടക്കൂല. റബീഉൽ അവ്വലൊക്കെ ആയതുകൊണ്ടേ മക്കൾക്ക് പരിപാടിയൊക്കെ കൊടുക്കാനുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ നിന്നാൽ പറ്റില്ല. മറ്റത് അങ്ങനെ അല്ലായിരുന്നു. ആയിക്കോട്ടെ മോനെ, ഇൻഷാ അല്ലാ. റബീഉൽ അവ്വൽ വന്ന ഇണയാന്നൊക്കെ പറയുമ്പോഴേ മനസ്സിന് തന്നെ വല്ലാത്തൊരു സന്തോഷമാണ്. എന്താണെന്നറിയില്ല, അന്നത്തെ ആ മൗലിദും ആ ഒരു
കുട്ടികളുടെ ഒരു പാട്ടും ആ ഒരു ഘോഷയാത്രയും എല്ലാം കൂടി സത്യം പറഞ്ഞാൽ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. നമുക്ക് അങ്ങനെയൊക്കെയല്ലേ സന്തോഷ ദിവസങ്ങളുള്ളതല്ലേ. എൻ്റെ കുട്ടി പോയി വരി. ഉസ്താദ് ഉപ്പയോടും സലാം പറഞ്ഞുകൊണ്ട് അതാ ഇറങ്ങുന്നു. സത്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ഭയമുണ്ട്. അതെ, അന്നും ഇതുപോലെ ഇറങ്ങിയതായിരുന്നു എൻ്റെ പൊന്നുമോൻ. പക്ഷേ അന്ന് നേരെ ചെന്നത് സ്റ്റേഷനിലേക്കായിരുന്നു. അല്ലാ, ഞങ്ങളെ കുട്ടിയെ നീ കാത്ത് രക്ഷിക്ക് റഹ്മാനെ. നൂർ ഫാത്തിമ ഉസ്താദ് പോകുന്നത് നോക്കി അതാ പുറത്തേക്ക് ഇറങ്ങുന്നു, ആ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തേക്ക്. ഉമ്മ വിളിച്ചു, നൂർ മോളെ മതി, വാ ഇങ്ങോട്ട് പോര്. അവിടെ നിൽക്കണ്ട, സമയം നേരെ വെളുത്തിട്ടില്ല. അതിനു മുമ്പേ പുറത്തിറങ്ങണ്ട, ഇങ്ങോട്ട് പോര്. തൻ്റെ പ്രിയപ്പെട്ടവനെ ഒരു നോക്കുകൂടി കാണുവാൻ വേണ്ടിയിട്ടായിരുന്നു നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ പിന്നാലെ ചെന്നത്. ഉസ്താദ് കൈകൊണ്ട് കാണിച്ചു അകത്തേക്ക് പോയിക്കോ എന്ന്. അങ്ങനെ അതാ ആ ഒരു കാറ് അകലുന്നത് നോക്കി നൂർ ഫാത്തിമ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. തൻ്റെ ഹൃദയം പറിച്ചെടുക്കുന്ന പോലെയുള്ള വേദനയായിരുന്നു അവൾക്ക് ഉസ്താദ് അകലുമ്പോൾ ഉണ്ടായിരുന്നത്. അവൾ സങ്കടത്തോടെ റൂമിലേക്ക് വന്നു. റൂമിലെത്തി അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ച റബ്ബേ, എൻ്റെ പ്രിയപ്പെട്ടവനെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന് പറഞ്ഞ ആ ഒരു ആയത്തത അവൾ ഓതുന്നു. അള്ളാഹുവേ, എൻ്റെ ഭർത്താവിനെ നീ 2 മലക്കുകൾ ഇറക്കി കൊടുക്കുക റഹ്മാനെ. അള്ളാഹ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ കരങ്ങൾ അള്ളാഹുവേ എൻ്റെ ഭർത്താവിൻ്റെ മേൽ ഉണ്ടാകണേ, യാതൊരു വിപത്തിലും പെടുത്തല്ലേ അല്ലാ. അവൾ മനമുരുകി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. പുണ്യ റബീഉ എന്ന് പറഞ്ഞപ്പോൾ അവൾ പലതും ഓർത്തു. തൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട് ആദ്യം കുറച്ച് മദ്രസയുടെയും പള്ളിൻ്റെയൊക്കെ അടുത്തായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾ ക്രിസ്ത്യൻസ് മാത്രമുള്ള ആ ഒരു ഭാഗത്തേക്ക് പോയത്. അന്ന് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലൂടെ ആ ഒരു ഘോഷയാത്ര പോകുമ്പോൾ എൻ്റെ മമ്മക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അന്ന് പറയുമായിരുന്നു, ഇച്ചായ പിന്നെ ആ മക്കളിതിലെ പോകൂട്ടോ, നബിദിനല്ലേ, എന്തെങ്കിലും മധുരം കൊടുക്കണം, അല്ലെങ്കിൽ പറ്റില്ല. അത് മമ്മക്കൊരു നിർബന്ധമായിരുന്നു. എന്താണെന്നറിയില്ല, അതുകൊണ്ടൊക്കെയാണോ അറിയില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ ഇതാ പരിശുദ്ധ ഇസ്ലാമിലേക്ക് എത്തിച്ചിരിക്കുന്നു. അല്ലാ, ഇനി എൻ്റെ മമ്മയെയും പപ്പയെയും നീ പരിശുദ്ധ ദീനിലേക്ക് ചേർക്കണേ അല്ലാ, അവർക്ക് നീ ഹിദായത്ത് നൽകണേ. അന്ന് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ ആ വഴിയിലിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ആ ഒരു മനോഹരമായ ഘോഷയാത്ര കാണാൻ ഹബീബിൻ്റെ പേരിലുള്ള ഓരോ മദഹുകൾ പാടിക്കൊണ്ട് പിഞ്ചു മക്കൾ അതുവഴി കടന്നു പോകും. അവർക്ക് വേണ്ടി മധുരപലഹാരങ്ങൾ വഴിയിൽ വെച്ച് കൊടുക്കുന്നുണ്ടാകും. സത്യം പറഞ്ഞാൽ ആ ഒരു കാഴ്ച കാണാൻ വല്ലാത്ത ഭംഗിയായിരുന്നു. എൻ്റെ വീടിൻ്റെ മുൻപിലെത്തുമ്പോൾ എന്നും മമ്മ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കി വെക്കുമായിരുന്നു. അത് കടയിൽ നിന്ന് വാങ്ങുകയല്ല, ലഡുവോ മിഠായിയോ അല്ല, അന്ന് വീട്ടിൽ വെച്ചുണ്ടാകുന്ന എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ഒരു പലഹാരമായിരിക്കും. അതിൽ ചിലപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാകും, അല്ലെങ്കിൽ ഉന്നക്കായ, അല്ലെങ്കിൽ പഴം നിറച്ചത്, അങ്ങനെയൊക്കെയായിട്ട് അത് ഓരോ കുട്ടികൾക്കും പ്രത്യേകമായിട്ട് ഓരോന്നോരോന്ന് വീതം കൊടുക്കുമായിരുന്നു. പപ്പയായിരുന്നു അത് കൊടുത്തിരുന്നത്. മമ്മക്കും നല്ല താല്പര്യമായിരുന്നു. പക്ഷേ ഉസ്താദുമാരുടെ മുമ്പിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റുമോ എന്ന് കരുതിയിട്ട് മമ്മ അല്പം മാറി നിൽക്കുമായിരുന്നു. എങ്കിലും മമ്മയുടെ മനസ്സിൽ സന്തോഷമായിരുന്നു. എൻ്റെ മമ്മ അങ്ങനെയെല്ലാം നൽകിയിരുന്നു. പിന്നെയാണ് ആ ഒരു ഏരിയയിൽ നിന്ന് ഞങ്ങൾ ക്രിസ്ത്യൻസ് മാത്രമുള്ള ആ ഒരു ഭാഗത്തേക്ക് വിറ്റിട്ട് പോയത്. അവിടെ അതൊന്നുമില്ലായിരുന്നു, മുസ്ലിംസ് അധികമൊന്നുമില്ലായിരുന്നു, കുറച്ചൊക്കെ അപ്പുറത്തൊക്കെയായിട്ട്. പക്ഷേ അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയൊന്നും പിന്നെ ഞങ്ങൾ കണ്ടില്ല. എന്താണെന്നറിയില്ല, മമ്മ പറയുമായിരുന്നു, നമ്മൾ ആദ്യം താമസിച്ചെടുത്ത് നല്ല സുഖമായിരുന്നു അല്ലേ എന്ന് പറയുമായിരുന്നു. മദ്രസയിലേക്ക് പോകുന്ന മക്കളൊക്കെ കാണുമ്പോൾ എൻ്റെ മമ്മക്ക് വലിയ ബഹുമാനമായിരുന്നു. അവരെയൊക്കെ ബഹുമാനിച്ചത് കൊണ്ടും നബിയെ സ്നേഹിച്ചത് കൊണ്ടും എന്തൊക്കെയാണറിയില്ല, പടച്ച റബ്ബ് എന്നെ ഈ നിലയിലാക്കി. അള്ളാഹുവിൻ്റെ മുത്ത് ഹബീബിൻ്റെ ചാരത്ത് പോയി സിയാറത്ത് ചെയ്യാൻ വരെ എനിക്ക് ഭാഗ്യം കിട്ടി. എല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം. പഴയകാല ഓർമ്മകളെല്ലാം അവൾ അയവിറക്കിക്കൊണ്ടിരുന്നു. അള്ളാഹുവേ, എനിക്ക് നീ ഹിദായത്ത് നൽകി, അതുപോലെ എൻ്റെ മാതാപിതാക്കൾക്കും നീ ഹിദായത്ത് നൽകുക അല്ലാ. അവൾ മനമൊരുകി പ്രാർത്ഥിച്ചു. അന്ന് എന്താണെന്നറിയില്ല, വിഷമമെല്ലാം മാറിയിരിക്കുന്നു. പ്രശ്നങ്ങളില്ല, പ്രയാസങ്ങളില്ല, സന്തോഷകരമായ ജീവിതം. നാഫിക്കയെ വിളിക്കണമെന്ന് തോന്നി. വേണ്ട, ഡ്രൈവിങ്ങിലായിരിക്കും, ഇപ്പോൾ വിളിക്കണ്ട. എന്താണെന്നറിയില്ല,
ചെറിയ മക്കൾക്ക് പാട്ട് പഠിപ്പിക്കാനൊക്കെ എൻ്റെ നാഫിക്ക പോവുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്കും കൊതിയാകുന്നു അതൊക്കെ കാണാൻ. എനിക്ക് നബിദിന പരിപാടി കാണാനൊക്കെ വല്ലാത്ത കൊതിയുണ്ട്. പെൺകുട്ടികൾക്കാണെങ്കിൽ പല രീതിയിലുള്ള നഫീസത്ത് മാല, അതുപോലെ മുഹീദ്ദീൻ മാല, അങ്ങനത്തെ മൗലിദ് കാര്യങ്ങളൊക്കെ നല്ല ഈണത്തിലും താളത്തിലൊക്കെ പാടുമ്പോൾ അതൊക്കെ വല്ലാത്ത രസമാണ്. പെൺകുട്ടികളെ ഒന്നും സ്റ്റേജിൽ കയറ്റില്ലല്ലോ, അവരെയൊക്കെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ വെച്ചായിരിക്കും മത്സരം കാര്യങ്ങളും എന്നൊക്കെ ഉസ്താദ് പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ കേൾക്കാൻ വല്ലാത്തൊരു ആഗ്രഹം തോന്നാണ്. സത്യമായിട്ടും എനിക്ക് നാഫിക്കയുടെ കൂടെ പോയാൽ മതിയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ നാഫിക്കയെ ഇൻഷാ അല്ലാഹ് ചോദിച്ചു നോക്കണം അടുത്ത ആഴ്ച. നാഫിക്ക, ഞാനും വരട്ടെ? പാട്ടുകളൊക്കെ പഠിപ്പിക്കുന്നത് കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ അങ്ങനെ പറഞ്ഞാൽ എന്നെ സമ്മതിക്കുമോ ആവോ? ഇക്കാക്ക് ഇഷ്ടമായിരിക്കും, ഇനി ഉമ്മ വിടുമോ അറിയില്ല. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ മോളെ നിനക്ക് ഇരിക്കാനും കിടക്കാനൊന്നും സ്ഥലം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിലും എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ നാഫിക്കയുടെ കൂടെ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ജോലിസ്ഥലത്ത് പോയി താമസിക്കാൻ. ആദ്യം ഞാൻ താമസിച്ചിരുന്നു, ശരി തന്നെയാണ്. അതെ, ആ പള്ളിയുടെ അടുക്കലുള്ള ഞങ്ങളുടെ ആ ഒരു ലോഡ്ജിൽ, നഴ്സുമാർ താമസിക്കുന്ന അവിടെ നിന്നാണല്ലോ ഞാനെൻ്റെ നാഫിക്കയുടെ മനോഹരമായ ശബ്ദം കേട്ടത്. ആ ശബ്ദം കേട്ടതിന് ശേഷമാണ് ഞാൻ എന്തെന്നറിയില്ല ഇസ്ലാമിനോട് കൂടുതൽ അടുത്തത്. അതിനെക്കുറിച്ചുള്ള സെർച്ചിങ്ങും കാര്യങ്ങളും, അത് പഠിക്കാനുള്ള ആഗ്രഹവും, അത് എന്നോട് ആ ബാങ്ക് കൊടുക്കുന്ന ആളോടുള്ള ആ പ്രണയവും വളർത്തി. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഉസ്താദ് പറഞ്ഞതുപോലെ മുഅ്മിനീങ്ങൾക്ക് ദുനിയാവ് നരകമാണ്, ഏത് നിമിഷവും പരീക്ഷണങ്ങൾ നമ്മെ തേടി വരും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇടക്കൽപ്പം ബുദ്ധിമുട്ടായെങ്കിലും എന്നെ എൻ്റെ ഉസ്താദിൽ നിന്ന് അകറ്റാൻ അയാൾ ശ്രമിച്ചെങ്കിലും അതിൽ നിന്നൊക്കെ പടച്ച റബ്ബേ നീ എന്നെ രക്ഷിച്ചു. ഇനി ഏതൊക്കെയാണെന്നറിയില്ല, പക്ഷെ എന്താണെന്നറിയില്ല, ഇപ്പോൾ മനസ്സിനുള്ളിൽ ഒരു ഭയമില്ല, വല്ലാത്തൊരു റാഹത്ത്, എല്ലാത്തിനും ഒരു ഉഷാറുള്ള പോലെ. മറ്റത് ഒരു ഭയമായിരുന്നു. നാഫി ഉസ്താദിനെ മറച്ചു വെച്ച ആ കാര്യങ്ങൾ അദ്ദേഹം അറിഞ്ഞാൽ എന്നോടുള്ള സ്നേഹം നഷ്ടപ്പെടുമോ എന്ന് ഭയന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഇനി അദ്ദേഹത്തിനോട് പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തിനതൊരു ഉപദ്രവമായി മാറുമോ എന്ന് കരുതിയിട്ട് അതൊന്നും ഞാൻ പറഞ്ഞില്ല. അതൊക്കെ എൻ്റെ ഉസ്താദിനോടുള്ള മുഹബ്ബ കൊണ്ട് തന്നെ മാത്രമാണ്. ആ മുഹബ്ബത്ത് അതെനിക്കെന്നും വേണം, ഒരിക്കലും നഷ്ടപ്പെടരുത്. അതുകൊണ്ട് മാത്രമാണ് അതെല്ലാം ഞാൻ മറച്ചു വെച്ചത്. അല്ലാതെ ഒരിക്കലും മനാഫിന് ഇഷ്ടമായതുകൊണ്ടോ മനാഫിൻ്റെ കൂടെ പോകാൻ പ്ലാൻ ഉണ്ടായതുകൊണ്ടോ ഒരിക്കലുമല്ല. എൻ്റെ ഉസ്താദിനെ ജീവിതത്തിലുടനീളം എനിക്ക് വേണം, മരിക്കുവോളം. അതെൻ്റെ ആഗ്രഹമാണ്, അതെൻ്റെ അഭിലാഷമാണ്. നൂർ ഫാത്തിമ ഓരോന്നോരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഉമ്മ വന്ന് വിളിക്കുന്നു, നൂർ മോളെ. ആ എന്താ ഉമ്മ? മോളെ, പിന്നെ റബീഉൽ പിറന്നാലേ ഇവിടെയൊക്കെ മൗലിദ് പാരായണം നമുക്ക് ചൊല്ലി തുടങ്ങണം കേട്ടോ. ഇൻഷാ അല്ലാ നമുക്ക് റബീഉൽ 1 മുതൽ തന്നെ തുടങ്ങണം. അത് നല്ലതാണ്, വീടിനൊക്കെ ഒരു നല്ല ബർക്കത്തുമാണ്. നല്ല മോന് പറഞ്ഞില്ലേ അതിനെക്കുറിച്ചൊക്കെ? ഉമ്മ കുറച്ചൊക്കെ എന്നോട് പറഞ്ഞു, പക്ഷേ ഫുള്ളായിട്ട് പറഞ്ഞിട്ടില്ല മോളെ. അതിനെക്കുറിച്ചൊക്കെ മുത്ത് ഹബീബിൻ്റെ ചരിത്രം മോള് പഠിച്ചിട്ടില്ലേ? ഉമ്മ കുറച്ചൊക്കെ അറിയാം, എങ്കിലും ഇനി ഒരുപാട് പഠിക്കാനുണ്ട് എൻ്റെ പൊന്നു മോളെ. ലോകത്തിന് അനുഗ്രഹമായ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്ന മാസമാണ് വരുന്നത് റബീഉൽ അവ്വൽ. അതെ, പുണ്യങ്ങളുടെ പൂക്കാലമായ വസന്തകാലം. ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ മുത്ത് ഹബീബ്, അത് എത്രമാത്രം അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ആളാണ് അറിയില്ലേ? മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളെപ്പോഴും സ്നേഹിക്കണം, അതിനെപ്പോഴും നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. ഉമ്മ നാഫിക്ക് പറയാറുണ്ട്, ഞാൻ എപ്പോഴും ചൊല്ലും മോളെ, അതൊരു സമാധാനമാണ്. എന്ത് വിഷമമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും നമ്മൾ സ്വലാത്ത് ചൊല്ലുക. എന്തെന്നറിയില്ല, പെട്ടെന്ന് അതുകൊണ്ട് റെഡിയാണ് ആളാ. അങ്ങനെയാണ്. നാഫി ഉസ്താദ് മദ്രസയിലെത്തി വിളിക്കുന്നു. ഹലോ നൂർ മോളെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. നാഫിക്ക, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മോളെ, അൽഹംദുലില്ലാ റാഹത്തായി ഞാനിവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ
കുറച്ച് പഠിപ്പിച്ചിട്ട് ഇനി മക്കൾക്ക് പാട്ടൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കട്ടെ കേട്ടോ. നാഫിക്ക, എനിക്ക് കൊതിയാവുന്നു അതൊക്കെ കേൾക്കാൻ. ഇൻഷാ അല്ലാ മോളെ, ഞാൻ നിനക്കൊക്കെ മക്കൾ പാടുന്ന പാട്ടൊക്കെ ഞാൻ കേൾപ്പിച്ച് വിട്ടു തരണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഒന്ന് പഠിപ്പിച്ച് സെറ്റാക്കി കൊടുക്കട്ടെ. നാഫിക്ക, നിങ്ങൾ പാടുന്നതായാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഞാൻ നിനക്ക് എന്നും പാടിത്തരുന്നതല്ലേ പെണ്ണേ. നിനക്ക് പാട്ടോ ബൈത്തോ കവിത എന്ത് വേണമെങ്കിലും ഞാൻ നിനക്ക് പാടിത്തരാറുണ്ടല്ലോ. ഇനിയും എന്താ, അതല്ല മദ്ഹ് ഗാനം, അതൊരു കേൾക്കാൻ പ്രത്യേക ഒരു ഭംഗിയാണല്ലോ. നൂർ ഫാത്തിമ, ഞാൻ മക്കളെയൊക്കെ ഒന്ന് പഠിപ്പിച്ച് സെറ്റാക്കി വെക്കട്ടെ. എന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് വെച്ചാൽ ഞാൻ നിനക്ക് അത് വോയിസ് ക്ലിപ്പായിട്ട് അയച്ചു തരാം കേട്ടോ. പോരെ? അങ്ങനെ കേട്ടാൽ പോരെ? നാഫിക്ക, എനിക്ക് ശരിക്കും നേരിട്ട് കുട്ടികൾ പാടുന്നത് കാണാൻ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാ അതൊക്കെ നമുക്ക് കാണാം. ഒരു ദിവസം അവസരം ഒരുക്കി തരാം ഞാൻ. നാഫിക്ക, ഞാൻ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ കൂടെ പോരട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടികളൊക്കെ പാടുന്നൊരു ഗ്രൂപ്പായിട്ടുള്ള മാലപ്പാട്ടുകളൊക്കെ അല്ലേ, അതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തെന്നറിയില്ല. നൂർ ഫാത്തിമ, എന്നാൽ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നീ പഠിപ്പിച്ച് കൊടുക്കുമോ? 8ാം ക്ലാസ് 9ാം ക്ലാസ്സൊക്കെ കുട്ടികൾക്കൊക്കെ, 10 വരെയുള്ള കുട്ടികൾക്ക് നീ പഠിപ്പിച്ച് കൊടുക്കുമോ അതൊക്കെ? നാഫിക്ക, എനിക്ക് അത്രയൊന്നും അറിയില്ലല്ലോ. നിനക്ക് നല്ല പാടാനൊക്കെ അറിയാലോ, അതിനെന്താ, മദ്രസക്കുള്ളിൽ വെച്ചിട്ടല്ലേ, അത് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനോടാണ് ഇപ്പോൾ താല്പര്യമായിട്ട് തോന്നുന്നത്. ദീനിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ. അങ്ങനെയാണെങ്കിൽ നീ ഇങ്ങ് പോര്. പെൺകുട്ടികൾ ക്ലാസ് എടുക്കാൻ നീയാണല്ലോ നല്ലത്. പോരെ? നാഫിക്ക, എനിക്ക് താല്പര്യമുണ്ട്, ഉമ്മ വിടുക അറിയില്ല. ഇപ്പം നഴ്സിങ്ങിൻ്റെ പരിപാടിക്കൊന്നും ഇപ്പോൾ പോകാൻ മോള് നിൽക്കണ്ട. കാരണം അത്യാവശ്യം ഓടിപ്പായേണ്ട സംഭവമാണ്. ഇതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഉമ്മയോട് ചോദിച്ചു നോക്കാം. എന്നിട്ട് എൻ്റെ കൂടെ നീ മദ്രസയിലേക്ക് വരണം. നമുക്കുള്ള ഒരു വീട് തന്നെ സെറ്റാക്കി ഇവിടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനതിന് നിൽക്കായിട്ടാണ്. നാഫിക്ക, ഒരു വീടൊന്നും നമുക്ക് വേണ്ട, നമുക്കൊരു ചെറിയ റൂം മതി. പോരെ? ഒരു ചെറിയ റൂം, അല്ലെങ്കിൽ ഒരു ചെറ്റക്കുടിൽ, അതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കൊരുപാട് വലിയ വീടും ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചെറിയൊരു വീട്ടിൽ സന്തോഷത്തോടു കൂടിയുള്ള, സമാധാനത്തോടു കൂടിയുള്ള എൻ്റെ ഇക്കയുടെ കൂടെ അന്തി ഉറങ്ങണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഇക്കയുടെ കൂടെയുള്ള ആ ഒരു ജീവിതം, അതൊരു ചെറ്റക്കുടിലായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒരിക്കലും വലിയ വീടോ ആഡംബരമോ ഞാൻ കൊതിക്കുന്നില്ല. ലളിതമായ രീതിയിൽ, ചെറിയ രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടൊപ്പം ജീവിക്കുക, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പെണ്ണെ, ഞാൻ ഇന്ന് പോന്നപ്പോഴേക്കും നിനക്ക് ഇങ്ങോട്ട് പോരണമെന്നായില്ലേ? എന്തെന്നറിയില്ല നാഫിക്ക, സത്യമായിട്ടും എനിക്ക് നിങ്ങളെ ഇങ്ങോട്ട് വരുന്നതിനേക്കാളും ഇഷ്ടം എനിക്കിപ്പോൾ നിങ്ങളെ കാണാൻ അങ്ങോട്ട് വരുന്നതാണ് എനിക്ക് ഇഷ്ടം. ഞാനും വരട്ടെ നാഫിക്ക, അടുത്ത പ്രാവശ്യം ഇക്കയുടെ കൂടെ? നീ വല്ലാതെ അങ്ങ് കൊതിച്ചല്ലോ പെണ്ണേ. ഇൻഷാ അല്ലാ. എന്നാലേ അവരെന്നോട് പറഞ്ഞിരുന്നു കമ്മിറ്റിക്കാർ, അത് ഞാൻ ഓക്കെ പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെയും കൊണ്ട് ഇവിടെ കുറച്ച് താമസിക്കും. പക്ഷേ നാഫിക്ക, ഉമ്മയെ വിട്ടു പോരുമ്പോൾ അതൊരു സങ്കടമുണ്ട്. അത് ശരിയാണ്. അതിനി ഉമ്മയോട് ഞാൻ ചോദിച്ച് നോക്ക്, അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അതായിരിക്കും നല്ലത്. ഉമ്മയെ ഞാൻ ധിക്കരിച്ച് പോരണ്ട അല്ലേ? കാരണം ഈ ഒരു സമയമല്ലേ. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. അങ്ങനെ അതാ നൂർ ഫാത്തിമ ഉമ്മയുടെ അടുക്കിലേക്ക് പോകുന്നു. ഉമ്മ, എന്തേ മോളെ? അതെ, നാഫിക്ക മദ്രസയിലെ കുട്ടികളെയൊക്കെ പാട്ടൊക്കെ പഠിപ്പിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വല്ലാതെ അങ്ങോട്ട് കൊതിയാണ് അവിടെ നിൽക്കാൻ, നബിദിന പരിപാടികളൊക്കെ കാണാനും അതൊക്കെ ആസ്വദിക്കാനും. ആണോ? എൻ്റെ മോളിപ്പോൾ അതൊന്നും കേട്ടിട്ടും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ലല്ലേ? ഉമ്മ, ഞാൻ ചെറുപ്പത്തിൽ കണ്ടിരുന്നു. ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീടിന് മുമ്പിലൂടെ ഘോഷയാത്ര പോയിരുന്നു. ആദ്യം അവിടെ അല്ലായിരുന്നു വീട്. അന്ന് അമ്മ മധുരപലഹാരങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ആണല്ലേ? മാഷാ അല്ലാ. അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകട്ടെ. മോള് പറഞ്ഞതെന്താ, അങ്ങോട്ട് പോകണമെന്നോ? അതിനെന്താ മോളെ, പോയിക്കോ. എനിക്ക് ഏറ്റവും ഇഷ്ടം നീ അവൻ്റെ കൂടെ തന്നെ ജീവിക്കുന്നതാണ്. അവൻ്റെ കൂടെ സുഖമായി ജീവിക്കണം. അത് എവിടെയായാലും. നിങ്ങൾ സത്യം പറഞ്ഞാൽ വേറിട്ട് കഴിയുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അന്ന് മോൻ ഹജ്ജിന് പോയ സമയത്ത് തന്നെ എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു നിങ്ങൾ വേറിട്ട് കഴിയുന്നതിൽ.
പക്ഷേ ഈ പ്രാവശ്യം ഉംറയ്ക്ക് പോയപ്പോൾ എൻ്റെ മനസ്സിൽ സന്തോഷമായിരുന്നു. നീ ഇല്ലാത്തൊരു ദുഃഖം ഇവിടെ ഉണ്ടാകും. ശരിയാണ്, നീ ഇല്ലാഞ്ഞാൽ ഇവിടെ വീടുറങ്ങിയതുപോലെയാണ്. പക്ഷേ എൻ്റെ മോൻ്റെ കൂടെ ജീവിക്കുമ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ റാഹത്ത് അതാണ്. നൂർ ഫാത്തിമ ഒരിക്കൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലെ നടന്നു പോകുമ്പോൾ അവിടെ അതാ ഒരു റൂമിൽ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയും അവിടെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അവർ എഴുന്നേറ്റു ബഹുമാനം കൊണ്ട്. കാരണം ഉപ്പയല്ലേ, പ്രിയപ്പെട്ട പിതാവല്ലേ. അപ്പോൾ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്നോ, അവിടെ ഇരുന്നോളൂ, ഇരുന്ന് സംസാരിക്കോളൂ. എനിക്ക് ഈ കാഴ്ച കാണുന്നത് വളരെ സന്തോഷമാണ്. എനിക്ക് ഈ കാഴ്ചയാണ് ഇഷ്ടം. നിങ്ങൾ ഒരുമിച്ച് നല്ല സന്തോഷത്തോടെ ജീവിക്കുന്ന ഈ ഒരു കാഴ്ച അതാണ് വേണ്ടത് മോളെ. ഞാനും അതാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ നാഫിൻ്റെ കൂടെ നീ സുഖസുന്ദരമായി സന്തോഷത്തോടെ ജീവിക്കണം. നിങ്ങൾ രണ്ടുപേരും സുഖവും ദുഃഖവുമെല്ലാം പങ്കുവെച്ച് നല്ല രീതിയിൽ കഴിയണം. അതാണ് ഈ ഉമ്മയുടെ ആഗ്രഹം. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം നാഫിമുൻ വരുമ്പോൾ നീ അവൻ്റെ കൂടെ പോയിക്കോട്ടോ. അവൻ പറഞ്ഞിരുന്നില്ല വീടൊക്കെ തരാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ വേണ്ടെന്ന് വെച്ചതാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒക്കെ സെറ്റാകുകയാണെങ്കിൽ എൻ്റെ മോൾ പോയിക്കോ. നാഫീൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഈ ഉമ്മാക്ക് കാണണം. ഇൻഷാ അല്ലാഹ് അവൻ വരുമ്പോൾ ഇങ്ങോട്ട് വന്നോ, പോകുമ്പോൾ അവൻ്റെ കൂടെ പോയിക്കോ. ആഴ്ചയിൽ ഒരിക്കൽ വന്നാൽ മതി കേട്ടോ. ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് നൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഉമ്മയെ കെട്ടിപ്പിടിച്ചു. ഉമ്മ, സത്യത്തിൽ എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല. അള്ളാഹുവേ റബ്ബിറഹ്മുകമാ റബ്ബിയാനി സൊഴീറ. മോളെ, പിന്നെ എന്താ മോളെ, നിൻ്റെയൊക്കെ സന്തോഷമല്ലേ നമ്മളെയും സന്തോഷം. എൻ്റെ മക്കൾ സന്തോഷത്തോടെ ജീവിക്കുക, അത് ഏതൊരു ഉമ്മയും ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. മക്കൾ സന്തോഷത്തോടെ റാഹത്തായി ജീവിക്കുന്നത് കാണുക, അതുതന്നെയല്ലേ അവരുടെ പ്രാർത്ഥനയും. അപ്പോഴതാ നാഫി ഉസ്താദ് നൂർ ഫാത്തിമയുടെ ഫോണിലേക്ക് ഒരു വോയിസ് ക്ലിപ്പ് അയക്കുന്നു. നൂർ ഫാത്തിമ ആകാംക്ഷയോടെ ആ വാട്സപ്പിലൂടെ അത് ഓപ്പൺ ചെയ്യുന്നു. ഉമ്മത്തിൻ സ്വാന്തനം ജന്നത്തിൻ പൂവനം ത്വാഹ റസൂലുള്ളാഹ് ഉന്നതി മർത്തബ സന്നിധിയിൽ അർശില താരകപ്പൂമുല്ല. തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് റബീഉൽ അവ്വലിന് വേണ്ടിയിട്ട് തൻ്റെ കുട്ടികൾക്ക് പാട്ട് പഠിപ്പിച്ച് കൊടുക്കുകയാണെന്ന് നൂർ ഫാത്തിമയ്ക്ക് മനസ്സിലായി. അത് കേട്ട് അവളുടെ മനസ്സ് നിറഞ്ഞു. അൽഹംദുലില്ലാ, പടച്ച റബ്ബേ, അല്ലാഹ് എന്തൊരു സന്തോഷമാണ്. പുണ്യ റബീഉൽ അടുത്തേക്ക് വരുമ്പോൾ ഹബീബിൻ്റെ ചാരത്തേക്ക് ഒരിക്കൽ കൂടി പോകാൻ നൂർ ഫാത്തിമയ്ക്ക് കൊതിയാകുന്നു. അവൾ ധാരാളം സ്വലാത്തുകൾ ചൊല്ലിത്തുടങ്ങി.